നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. കൊടകരയിൽ കിണറ്റിൽ വീണ 2.5 വയസ്സുകാരന് രക്ഷകനായി അതിഥി തൊഴിലാളി. കൊടകര മാഞ്ഞൂക്കരൻ പ്രിൻസിന്റെ 2.5 വയസ്സുള്ള മകനാണ് വീട്ടിലെ കിണറ്റിൽ വീണത്. കൊടുങ്ങല്ലൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം സമാപിച്ചു. മതിലകം സെന്റ് ജോസഫ് HSS ഓവറോൾ ചാമ്പ്യന്മാർ. മാള ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കൊടകരയിൽ കിണറ്റിൽ വീണ 2.5 വയസ്സുകാരന് രക്ഷകനായി അതിഥി തൊഴിലാളി. കൊടകര മാഞ്ഞൂക്കരൻ പ്രിൻസിന്റെ 2.5 വയസ്സുള്ള മകനാണ് വീട്ടിലെ കിണറ്റിൽ വീണത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. 15 അടിയോളം താഴ്ചയുള്ള കിണറ്റിലാണ് കുഞ്ഞ് വീണത്. വീട്ടുകാരുടെ കരച്ചിൽ കേട്ട് സമീപത്ത് നിർമ്മാണ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന അതിഥി തൊഴിലാളി 36 വയസ്സുള്ള മോർത്തുജ് കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. വെള്ളത്തിൽ താഴ്ന്നുപോയ കുഞ്ഞിനെ ഉടനെ പൊക്കിയെടുത്ത് കരയ്ക്ക് കയറ്റി. ഇരുകൈകൾക്കും പരിക്കേറ്റ മോർത്തുജനെ കൊടകരയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കുട്ടി കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തീരദേശത്തെ കലാമാമാങ്കത്തിന് തിരശീല വീണു. മതിലകം സെന്റ് ജോസഫ് HSS ഓവറോൾ ചാമ്പ്യന്മാരായി. 4 ദിവസങ്ങളിലായി തീരദേശത്ത് നടന്ന കൊടുങ്ങല്ലൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം സമാപിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ 74ഓളം സ്കൂളിൽ നിന്നായി 5323 വിദ്യാർത്ഥികൾ 351 ഇനങ്ങളിലായി തങ്ങളുടെ കഴിവുകൾ മാറ്റുരച്ച 11 വേദികളും കലോത്സവത്തെ സമ്പുഷ്ടമാക്കി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻകുട്ടി സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ, ശ്രീനാരായണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, മതിലകം ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സമ്മ, ശ്രീനാരായണപുരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ KA അയൂബ്, ജയ സുനിൽ രാജ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ഷാജി, വാർഡ് മെമ്പർമാരായ രാജേഷ് കൈതക്കാട്ട്, രേഷ്മ വിപിൻ, പ്രസന്ന ധർമ്മൻ, മിനി പ്രദീപ്, വെള്ളാങ്കല്ലൂർ BPC നീതു സുഭാഷ്, വികസന സമിതി കൺവീനർ CJ ദാമു, സംഘാടക സമിതി ജനറൽ കൺവീനർ അനീസ MA, MES ജില്ലാ പ്രസിഡന്റ് എന്നിവർ സംസാരിച്ചു. 958 പോയിന്റുകൾ നേടി മതിലകം സെന്റ് ജോസഫ് HSS ഓവറോൾ ചാമ്പ്യന്മാരായി. 614 പോയിന്റ് നേടിയ എറിയാട് GKV HSS സ്കൂളിലാണ് 2ാം സ്ഥാനം. 600 പോയിന്റുകളോടെ KKTM GHSS 3ാം സ്ഥാനം കരസ്ഥമാക്കി. മാള ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഠിപ്പ് എന്ന് പറയുന്നത് ഈ SSLC +2 അല്ല. നമ്മുടെ പഠിപ്പ് അവസാനിക്കുന്നില്ല. നമ്മുടെ ജീവിതം എവിടത്തോളം വരെ പോകുന്നു അവിടത്തോളം വരെ നമുക്ക് പഠിക്കാം. ആ പഠിപ്പിലൂടെയാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. വായനയിലൂടെയാണ് നമ്മൾ വളരുന്നത്. ഏറ്റവും കൂടുതൽ ആ അറിവ് കിട്ടിയാലാണ് നമ്മുടെ പ്രകൃതിയെ, സമൂഹത്തെ നമുക്ക് എന്താണ് എന്നുള്ളത് എത്തിനോട്ടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഓരോ ദിനവും ആ ദിനത്തിനുണ്ട് പ്രത്യേകത. ആ പ്രത്യേകതയിലൂടെ നമുക്ക് നടന്നു പോകുമ്പോൾ ഇന്ന് നമ്മുടെ കൊച്ചുമക്കൾ മികവിൻ്റെ കേന്ദ്രങ്ങളിലെ സ്കൂളുകളിലാണ് നമ്മൾ പഠിച്ചിറങ്ങുന്നത്. പഴയ കാലത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പഴയ കാലത്ത് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ അന്നത്തെ അച്ഛനമ്മമാർ മുൻകരുതലെടുക്കില്ല. അവർ താഴെയുള്ള കുട്ടികളെ നോക്കാനും വീടിൻ്റെ ബാധ്യത ഓർത്തുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കാൻ മറ്റുള്ള ആൺകുട്ടികൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഇന്ന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ ബിജു അധ്യക്ഷത വഹിച്ചു. ലിസി സേവ്യർ, അമ്പിളി സജീവ്, സാബു പോൾ, ജോർജ് നെല്ലിശ്ശേരി, KV രഘു, ജിയോ ജോർജ്, നിത ജോഷി, ഉഷ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. പൂക്കാസ മാള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാകാരൻ സുജൻ പൂപ്പത്തിയുടെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് സമൂഹത്തിന് തന്നെ ഒരു മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം മാള പഞ്ചായത്ത് കുറച്ചു കാലം പ്രവർത്തകരെങ്കിലും ആ കുറച്ച് കാലത്തെ നമ്മുടെ തുടർന്നുള്ള ഏത് പൊതുപ്രവർത്തന പരിപാടിയിൽ നമ്മൾക്ക് ഒരു വ്യക്തിയുടെ അനുസ്മരണ യോഗം നടത്തുന്നത് അദ്ദേഹം ചെയ്ത ആ നല്ല കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അനീഷ്, ഫാറൂൺ റഷീദ്,
UK സുരേഷ് കുമാർ, സുധാകരൻ, ജനകൻ, CR പുരുഷോത്തമൻ, PK മാധവൻ, ശ്രീധരൻ കടലായിൽ, ഡോക്ടർ C മായ, ഷീബ ഗിരീശൻ, സുജന്റെ മകൻ ആദിത്യ നന്ദഗോപൻ തുടങ്ങി കലാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ളവർ അനുസ്മരണത്തിൽ. മാള വലിയ പറമ്പ് സ്നേഹഗിരി ഹോളി ചൈൽഡ് കോൺവെന്റ് EMHS സ്കൂളിൽ കസോക്കു കപ്പ് ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോഴും അവിടെ അച്ചടക്കം തന്നെയാണ് ഏറെ നമ്മളെ ശ്രദ്ധിക്കുന്നത്. എവിടെ ചെന്ന് നിൽക്കുമ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു അച്ചടക്കം അതാരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് കരാട്ടയിലൂടെയൊക്കെ തന്നെ ഉണ്ടാവുന്ന ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയുണ്ട്. അതോടൊപ്പം തന്നെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അവിടെയാണ്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ഗുണങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. അത് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാൻ കഴിയും, അത് സമൂഹത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, നമ്മുടെ പഠനത്തിൽ നമുക്കത് ഗുണകരമായിട്ട് മാറും. ഇങ്ങനെ എല്ലാ മേഖലകളിലേക്കും ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ നല്ല വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നത് ഈ കായിക വിനോദം ഏറെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കസോക്കു കരാട്ടെ കായ് കേരളം ചീഫ് ഇൻസ്ട്രക്ടർ PT ബെന്നി അധ്യക്ഷത വഹിച്ചു. സീനിയർ ആർട്ടിസ്റ്റ് ബിജുക്കുട്ടൻ മുഖ്യാതിഥിയായിരുന്നു. സുന്ദരികളായ കരാട്ടെ കുട്ടികളെ ആരും കേട്ടില്ലെന്ന് തോന്നുന്നു. സുന്ദരികൾ, കയ്യടിച്ച സുന്ദരികൾ. ഇപ്പൊ തന്നെ ഉറപ്പായില്ലേ? സുന്ദരന്മാരായ കരാട്ടെ, അതീവ സുന്ദരന്മാരായ. അതാണ് കാരണം കരാട്ടെ പഠിക്കുന്നവര് എനർജിയിൽ ഒട്ടും പുറകോട്ട് പോകാൻ പാടില്ല. ഒട്ടും പുറകോട്ട് പോകാത്ത കുട്ടികളാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം. അജോ കെ ജോൺ, മധു വിശ്വനാഥ്, സ്കൂൾ പ്രിൻസിപ്പൽമാരായ സിസ്റ്റർ ഫ്ലോറൻസ്, സിസ്റ്റർ ലിജോ, PTA പ്രസിഡന്റ് PK ശ്രീധരൻ, ആൻജോ കെ ജോൺ, മൃദുല മധു, അഖിൽ നാസിം എന്നിവർ സംസാരിച്ചു. മാള വൈസ്മെൻസ് ക്ലബ്ബ്, KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി വൈദ്യശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ നടന്ന മത്സരം അങ്കമാലി MLA റോജി M ജോൺ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 22 വർഷമായി നടത്തുന്ന ചിത്രരചനാ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എല്ലാവരും ചിത്രമൊക്കെ വരയ്ക്കാൻ റെഡിയല്ലേ? ചിത്രം വരയ്ക്കാൻ റെഡിയാണല്ലേ? ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ചിത്രം വരയ്ക്കുമ്പോൾ നല്ല രസമാണല്ലേ? നമ്മുടെ മനസ്സിലുള്ള ഒരാശയത്തെ ഒരു ചിത്രത്തിന്റെ രൂപത്തിൽ ഒരു മാധ്യമത്തിലേക്ക് പകർത്താൻ സാധിക്കുക, അതാണ് ചിത്രകല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചിത്രം വരയ്ക്കാൻ സാധിക്കുന്ന ആളുകൾ അപൂർവമാണ്. എനിക്ക് ചെറുപ്പത്തിൽ വലിയ ആഗ്രഹമുണ്ടായി ഒരു ചിത്രകാരനാവണം, ചിത്രം വരയ്ക്കണം എന്നൊക്കെ. കാരണം പലരും വരയ്ക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലും ആഗ്രഹം തോന്നും നമുക്കും അതുപോലെ വരയ്ക്കണമെന്ന്. പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കാറില്ല. കാരണം നമ്മുടെ കഴിവ് വ്യത്യസ്തമാണ്. പക്ഷേ ചിത്രം വരയ്ക്കാൻ സാധിക്കുന്ന ആളുകൾ അത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. മാർഗരറ്റ് ജോസ് അധ്യക്ഷത വഹിച്ചു. PS ഫ്രാൻസിസ് മുഖ്യാതിഥിയായിരുന്നു. കുടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, വൈസ്മെൻ ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ പുതുക്കാട്ടിൽ, ജോളി വടക്കൻ, വിൽസൺ കണ്ടംകുളത്തി, ബെന്നി ജോൺ ഐനിക്കൽ, സുന്ദർ രജുലു എന്നിവർ സംസാരിച്ചു. പ്രീ പ്രൈമറി, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അന്നമനട ഏരിയ അഷ്ടമിച്ചിറ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KK യൂസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ആ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ അതിന്റെ കണക്ക് കൃത്യതയിലായിരിക്കണം. 10ID എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 18G എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇത്തരം സർട്ടിഫിക്കറ്റ് ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഈ CSR ഫണ്ട് അനുവദിച്ച് നൽകാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം നമ്മുടെ ഫണ്ടുകളൊക്കെ നമ്മുടെ SSCയുടെ ഫണ്ടുകളൊക്കെ അടയ്ക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കീഴിലാണ് അല്ലേ? നമ്മളെല്ലാവരും ഫണ്ട് അടയ്ക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കീഴിലല്ലേ?
അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിനോട് പലപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് CSR ഫണ്ട് അനുവദിച്ചു തരണമെന്ന്. നമ്മുടെ അംഗങ്ങൾക്ക് അത് ആ നിലയിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടി CSR ഫണ്ട് അനുവദിച്ചു തരണമെന്ന്. ഇത്തവണ നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CSR ഫണ്ട് ലഭിക്കുകയുണ്ടായി. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അംഗങ്ങൾക്ക് 71 തയ്യൽ മെഷീൻ നൽകുന്നതിനായിട്ട് ആ ഫണ്ട് വിനിയോഗിക്കുകയാണ് ഉണ്ടാകുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് സാവിത്രി തിലകൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അന്നമനട ഏരിയ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അമിനി കുമാരൻ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ അനുമോദിച്ചു. യൂണിറ്റ് സെക്രട്ടറി മേരി ഇഗ്നേഷ്യസ്, സ്മിത ട്രിൻസൺ, PD സേവിയർ, സുഭദ്ര ശങ്കരനാരായണൻ, സിന്ധു, ജിയോ, ജിൻസി പോൾ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ പാതുവയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. പ്രസുതേന്തി വാഴ്ച, ആഘോഷമായ ദിവ്യബലി, വചന സന്ദേശം, ഊട്ടുനേർച്ച എന്നിവ നടന്നു. ഫാദർ അലോഷ്യസ് പോളയ്ക്കൽ, ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകരയിൽ കിണറ്റിൽ വീണ 2.5 വയസ്സുകാരന് രക്ഷകനായി അതിഥി തൊഴിലാളി. കൊടകര മാഞ്ഞൂക്കരൻ പ്രിൻസിന്റെ 2.5 വയസ്സുള്ള മകനാണ് വീട്ടിലെ കിണറ്റിൽ വീണത്. കൊടുങ്ങല്ലൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം സമാപിച്ചു. മതിലകം സെന്റ് ജോസഫ് HSS ഓവറോൾ ചാമ്പ്യന്മാർ. മാള ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.